ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പഴയ ഐക്യം നിലനിർത്തുവാൻ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഉണരുക, കുറച്ചുകൂടി ഉണരുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റൂ, അല്ലെ? നമ്മുടെ കേരളത്തിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മുബാറക്കിന്റെ ഒരു ലവ് മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു മുബാറക്. അനുപ്രതാപ് നായർ അയച്ചിരിക്കുന്ന മെസ്സേജ്, ഹലോ അങ്കിൾ, താങ്ക് യു. ഹലോ ഷംനാഥ് രഘുനാഥൻ അയച്ച അമേസിംഗ് ടോക്ക് ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും പേര് ശ്രംസുദ്ദീൻ, മിനി, എ ജെ, ഹാഷിം, ശ്രീകാന്ത് ആൻഡ് രാജീവൻ, രമേഷ് വടക്കേടത്ത്, യുവർ ആക്ഷൻസ് ആർ റിയലി ഗ്രേറ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. ശബരിമല വിഷയത്തിലാണ്, അത് ചോദിക്കരുത്, ദയവായിട്ട് എന്നോട് ചോദിക്കരുത് സർ. വാട്ട് ടു ഡു വെൻ ഡിപ്രസ്ഡ്? അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ദിവസവും കണ്ണാടിയിലേക്ക് ഞാൻ വ്യക്തിയാണ്. 23 വയസ്സിന് ഇടയിൽ ഒക്കെ മനുഷ്യ മനസ്സിൽ നന്മയുടെ സ്നേഹത്തിന്റെ വിത്തുകൾ പാകുന്ന അങ്ങേക്ക് ഒരു താങ്ക് യു സോ മച്ച്. നല്ല നല്ല വാക്കുകളാണ് അവർ തളിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ കർഷകനായിരുന്നു അച്ഛനെ. അപ്പൊ അച്ഛൻ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാല് എന്നെ ഇരുത്തിക്കൊണ്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ കർഷകനായതുകൊണ്ട് കർഷകന്റെ ഭാഷയായിരുന്നു അച്ഛൻ പറയുമായിരുന്നു, കുട്ടിയെ, ഒരു വിത്തിനുള്ളിൽ ഒരു മരം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ ഒരു വിത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു വിത്തിനുള്ളിൽ ഒരു മരം ഒളിഞ്ഞിരിപ്പുണ്ട്. അച്ഛൻ എന്നോട് പറയും, കുട്ടിയെ, പക്ഷെ നിന്നിൽ എന്ത് മരമാണെന്ന് അച്ഛൻ അറിയില്ല. നമ്മൾ മനസ്സിലാവും. പക്ഷേ ഒരു കാര്യമുള്ളത്, ആ വിത്ത് മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ അത് വളർന്നൊരു മരമായിട്ട് മാറണമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം, അല്ലെ? മരത്തിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം, പൂക്കൾ ഫലമായിട്ട് മാറണമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. ഈ ഒരു കാത്തിരിപ്പ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഓരോ വിത്തിനുള്ളിലും ഒരു മരമുണ്ട്. വിത്ത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മരം ഏതാണെന്ന് കാണാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ കുഞ്ഞുങ്ങളിലും ഒരു മരമുണ്ട്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വളം, വെള്ളം, ഇതൊക്കെ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വളരെ പ്രധാനമാണ്. ജോലി കഴിഞ്ഞ് പോകാൻ നേരം ഗോപിയേട്ട എന്ന് വിളിച്ച് റെക്കോർഡ് കണ്ടോളാം. താങ്ക് യു. രേഖ നായരുടെ മെസ്സേജാണ്. അമിത വിശ്വാസികൾക്ക് എപ്പോഴും നമ്മുടെ കേരളത്തെ പ്രാചീന കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പിന്തിരിപ്പിക്കാൻ ഗോപിയേട്ടന്റെ വാക്ക് കേൾക്കാവട്ടെ. ഞാനും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ശ്രമിക്കാറുണ്ട്. സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാറുണ്ട്. മോസസ് നവോമി, സ്വപ്ന സജിത്, സജിന സുധീഷ്, സെയിൻ പുള്ളിയിൽ എന്നൊരു അറിവുകളുടെ താങ്ക് യു വെരി മച്ച്. മുജീബ് കൊടുവള്ളിയാണ് അയച്ചിരിക്കുന്നത്. മനീഷ് മാത്യു എന്താണ് പറയുന്നത്? ജോജോ അഗസ്റ്റിൻ, ഗ്രീറ്റിംഗ്സ് ഫ്രം ജപ്പാൻ. ജോജോ, ഹലോ. ജോജോ എന്റെ ഫ്രണ്ടാണ്, ജപ്പാനിലുള്ള ഫ്രണ്ടാണ്. മുമ്പൊരിക്കലും ജപ്പാനിൽ പോയ സമയത്ത് ജോജോ ആയിരുന്നു എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നിരുന്നത്. ഓ, താങ്ക് യു ജോജോ, താങ്ക് യു വെരി മച്ച്. Gopi uncle, these kids are differently able, definitely need uplift them to mainstream of that's nice. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള കുട്ടികളെല്ലാം ചേർത്ത് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. മോട്ടിവേഷണൽ സ്പീക്ക്, ഞാൻ കോളേജ് ഓക്കെ ബാബു കെ വി, ഗോപിയേട്ടൻ്റെ എല്ലാ വീഡിയോകളും കാണുകയും ഷെയർ ചെയ്യുകയും കൊടുക്കാൻ പറ്റുന്ന സന്ദേശങ്ങൾ ഒക്കെ വരുന്നു. പ്രായം പറഞ്ഞാലല്ലേ എന്താണ് വിളിക്കാൻ പറ്റുള്ളൂ എന്നതാണ് ചോദിക്കുന്നത്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1964 10/4/1964. അപ്പോൾ ഏകദേശം എനിക്ക് 55-56 വയസ്സായി എന്നർത്ഥം, അല്ലെ? കറക്റ്റ് ആണല്ലോ, അല്ലെ? അതെ, അതാണ് കാര്യം. പ്രായം പറഞ്ഞു. ഗ്രേറ്റ് സ്പീച്ച് എന്നും ടോക്ക്. സ്വാമി ശരണം. വി ലവ് യു എ ലോട്ട്. ഷാൻ പറഞ്ഞിരിക്കുന്നു. രാജു സിനിമ ചോദിക്കുന്നു. ഗോപിയേട്ട, പ്രദീപ് വിളിക്കുന്നു. അതുപോലെ തന്നെ സജ്ജന അനുകരിക്കുന്നു. ഒരുപാട് ഞങ്ങൾ പ്രവാസികൾക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലാതെയായി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് ഒരു വലിയ പ്രശ്നം. നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ കേരളത്തിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പുറത്തുള്ള ആളുകൾ കേരളത്തിനോടുള്ള പഴയ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണം, തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കണം. വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമുക്ക് വേണ്ടത് ഐക്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കവളമുക്കട്ട എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ ഓരോ പെരുന്നാളിന് ഞങ്ങൾ അബോക്കരാക്കാന്റെ വീട്ടിലേക്ക് അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, മക്കളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകും. ക്രിസ്മസ് വരുന്ന സമയത്ത് ജോസഫേട്ടന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഓണം വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക്, അവരുടെ വീട്ടിൽ പാത്തുമ്മയും ഹുസൈനും എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ആ ഒരു ഐക്യം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വേണം. അത് തന്നെയാണ് വീണ്ടും ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ എന്താ പറയാ, മനുഷ്യനേക്കാൾ അപ്പുറം മതങ്ങളും രാഷ്ട്രീയവും വളർന്നു കഴിഞ്ഞാൽ, മനുഷ്യബന്ധങ്ങളെക്കാൾ അപ്പുറം മതവും രാഷ്ട്രീയവും വളർന്നു കഴിഞ്ഞാൽ അത് ഒരു വലിയ വിപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. വയസ്സ് പറഞ്ഞല്ലോ. ഷരാഫു വീരാൻ 64 ഡേറ്റ് ഓഫ് ബർത്ത്. രാഷ്ട്രീയം വേണം എന്ന് പറയുന്ന ഒരാള്, ഗോപിയേട്ട, കുട്ടികളുടെ മാനസികമായി കരുത്ത് വരുന്ന നിങ്ങളുടെ പുസ്തകം ഏതെങ്കിലും ഉണ്ടോ? ഈ കഥയിലുമുണ്ടൊരു മാജിക് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, DC ബുക്സിൻ്റെതാണ്. അതുപോലെ തന്നെ ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, ഒലിവ് ബുക്സിൻ്റെതാണ്.
അതിനകത്തെല്ലാം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 23rd പ്രോഗ്രാം കണ്ടു. എനിക്കൊരു ഹായ് തരാമോ? ഷൈജു കല്ലാച്ചി ഹായ്. പുതുകാർ സാർ, നിങ്ങളെ പോലുള്ള ഉപദേശങ്ങൾ കേരള ജനത കേൾക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്വപ്ന കെ ദാസ് പറയുന്നു താങ്ക്സ് എ ലോട്ട്. ഗുഡ് മെസ്സേജ്, വെൽ സെഡ്. മിനിയാണ് പറഞ്ഞിരിക്കുന്നത്. വിനീത് പറഞ്ഞിരിക്കുന്നു സർ യു ആർ എ ഗ്രേറ്റ് മോട്ടിവേറ്റർ. താങ്ക് യു സോ മച്ച്. ഞാൻ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനെപ്പറ്റി പഠിക്കുമ്പോഴേക്കും പേടിയാണ് തോന്നുന്നത്. ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു കാരണവശാലും ഒരു കാര്യത്തെക്കുറിച്ച് പേടിച്ച് നിൽക്കരുത്. എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങുക. ഓരോ യാത്രയും ആരംഭിക്കുന്ന ഒരു സ്റ്റെപ്പിൽ നിന്നാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ഒരു സ്റ്റെപ്പ് വെക്കാത്ത ഒരു യാത്ര പോലും തുടങ്ങാൻ സാധിക്കില്ല, അല്ലെ? വലിയ വലിയ യാത്രകൾ മുഴുമിച്ചിപ്പിച്ചത് പോലും ഒരു സ്റ്റെപ്പിൽ നിന്നാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പകച്ചു നിൽക്കാതെ, ഭയപ്പെട്ട് നിൽക്കാതെ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചങ്കൂറ്റം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഐ ആം ട്രൈങ് ടു അപ്ലൈ ഇൻ മൈ ലൈഫ്. ദൈവം അന്ധവിശ്വാസങ്ങൾക്കെതിരെ സാറിന് കൂടുതൽ വാക്കുകൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതണം എന്ന് തന്നെയാണ് എന്റെ സ്വപ്നം. ഗോപിച്ചേട്ട, അങ്ങയുടെ വാക്കുകൾ ഒത്തിരി പേരെ മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്നത്തെ കലാപ അന്തരീക്ഷത്തെ മാറ്റുവാൻ അങ്ങനെയുള്ള വാക്കുകൾ കഴിയും. ഓക്കെ, തീർച്ചയായിട്ടും ഗോപിയേട്ട, സിൻസ് യു ആർ നമുക്ക് നവകേരളം കെട്ടിപ്പടുക്കുവാൻ മുന്നിട്ടിറങ്ങണം. നമുക്ക് പ്രളയം വന്നപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. പ്രളയം വന്ന സമയത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു കുതിപ്പെന്ന് പറയുന്നത് മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മൾ മലയാളികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നെഞ്ചോട് നെഞ്ച് ചേർത്ത് വെച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു ആ സമയത്ത്, അല്ലെ? അത്ഭുതപ്പെട്ടു പോയി നമ്മൾ. തലകുനിച്ച് നടക്കുന്നവരെന്നും അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരെന്നും കളിയാക്കി വിളിച്ചിരുന്ന യുവാക്കളാണ് നമുക്ക് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇനി ഒത്തൊരുമിച്ച് തന്നെ നിൽക്കണം. നമ്മുടെ കേരളത്തിന് നവകേരളം കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും പ്രധാനം. മുബാറക് സ്കൂളിൽ നടന്ന പ്രോഗ്രാം ഒരുപാട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. സ്വാലിഹാണ്, അല്ലെ? സ്വാലിഹ്, എനിക്ക് ഓർമ്മയുണ്ട് സ്വാലിഹ്. താങ്കളുടെ എല്ലാ മോട്ടിവേഷൻ വീഡിയോയും മുടങ്ങാതെ കാണാറുണ്ട്. ഷാജി കീച്ചേരിയാണ്. രാജീവൻ തടിപ്പറമ്പിൽ നിങ്ങളുടെ നേരിട്ട് കണ്ട് മുത്തം വെക്കാൻ ആഗ്രഹമുണ്ട്. എപ്പോഴാണ് കാണുന്നത്? ചിലപ്പോൾ നമുക്കൊരു മുത്തം വെക്കാം കേട്ടോ. ഗോപിയേട്ട, കൗമാരത്തിലെ മയക്കുമരുന്ന് പ്രയോഗം കുടുംബ ബന്ധത്തിന് അടിത്തറയും. ഇതും പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ യുവതലമുറ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കടന്നുകയറ്റമാണ്. ഈ മദ്യവും മയക്കുമരുന്നും നമ്മുടെ കേരളത്തിലെ യുവതലമുറയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക, ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എല്ലാ സ്കൂളുകളുടെ അടുത്ത് വരെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള രീതിയിലാണ് കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ കുട്ടികളെ വളരെ സേഫായിട്ട് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചുറ്റുപാടും അപകടം പിടിച്ച ചതിക്കുഴികൾ നടക്കുന്ന ഒരു പ്രശ്നമാണുള്ളത്. അജ്മൻ ബിൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ബഷീർ ജന്നാസ്, അതുപോലെ തന്നെ മനു സഖറിയ, ദേവകി അമ്മ, എല്ലാവരെയും നയിക്കാൻ കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വീണ്ടും ചോദിക്കും. ഷർലി ഫിലിപ്പ്, പ്രഭിത രാജു, ഹരികൃഷ്ണൻ പുതുവർഷമായിട്ട് നല്ലൊരു പുസ്തകം ഇഷ്ടം പോലെ ബുക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പുസ്തകമുണ്ട്, ആത്മകഥയുണ്ട്. അതുപോലെ തന്നെ ചാർലി ചാപ്ലിന്റെ ആത്മകഥ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. കാരണം മഴയത്ത് നടക്കുവാനാണ് എനിക്കിഷ്ടം, കാരണം എന്റെ കണ്ണുനീരാരും കാണുകയില്ലല്ലോ എന്ന് പറയുന്ന മനോഹരമായ വാക്കുകളുണ്ട് ഇതിനകത്ത്. അമേരിക്കയിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കടത്തെണ്ണയിൽ ഇരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ബ്രെഡിന് വേണ്ടിയിട്ട് പണ്ട് യാചിച്ച് കിടന്നിരുന്ന കടത്തെണ്ണയിൽ വെച്ച് പൊട്ടിക്കറിയുന്ന ഒരു സീനുണ്ട്. അത്തരം മോട്ടിവേഷണൽ ബുക്കുകളാണ് വായിക്കാൻ നല്ലത്. ആത്മകഥാ സ്പർശമുള്ള പുസ്തകങ്ങളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ചുള്ളിയോട്, എന്റെ സ്വന്തം സ്ഥലം, അല്ലെ? എനിക്ക് ആ പഴയ നാട് തിരിച്ചു വേണം, എന്റെ മക്കൾ. എന്തൊരു ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണുള്ളത്. സർ, ഹൗ ടു മോട്ടിവേറ്റ് അസോസിയേറ്റ്സ്, അബുദാബി മലയാളി സമാജം. ഹലോ ഷുഹൈബിന്റെ മെസ്സേജ് ആണ് കണ്ടത്, അബുദാബി മലയാള സമാജത്തിന്റെ. താങ്ക് യു വെരി മച്ച്.